ഹലോ ഗേൾസ്, സാറിൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു മുത്തശ്ശി മാവുണ്ട്. അഥവാ നല്ല പഴക്കമുള്ള കുറേ വർഷം പഴക്കമുള്ളൊരു മാവുണ്ട്. അപ്പോൾ സാറ് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ സാറിൻ്റെ ഉപ്പ വെച്ചതാവും ആ മാവ് അല്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ മാവിൽ വർഷം മാങ്ങ ഉണ്ടാവാറുണ്ട്. കുറേ മാങ്ങകൾ നിലത്ത് വീണ് എന്തുകൊണ്ടാണ് ഈ മാവിന് ചുറ്റും ഒരു വലിയ മാംഗോ ഫോറസ്റ്റ് അല്ലെങ്കിൽ വലിയൊരു മാവിൻ്റെ കാട് എന്താണ് ഉണ്ടാവാത്തത് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കുന്ന സമയത്താണ് കുറച്ച് ദൂരത്ത് മറ്റൊരു തൊടിയിൽ ഇതേ മാങ്ങകൾ ഉണ്ടാകുന്ന, ഇതേ സ്വഭാവമുള്ള, ഇതേ സ്മെല്ലുള്ള, ഇതേ കളറുള്ള മാവുകൾ ഉണ്ടാകുന്ന മറ്റൊരു കുഞ്ഞു മാവുണ്ട്. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് അപ്പുറത്തൊക്കെ എന്തുണ്ട്, ഇതേ സ്വഭാവമുള്ള മാവുകൾ വേറെയുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ മാവിലുണ്ടായ മാങ്ങകൾ അവിടെ എത്തിയിട്ടാവാം അവിടെ ഇതുപോലെയുള്ള മാങ്ങകൾ ഉണ്ടാവുന്ന മാവ് ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, സോ ഞാൻ ചിന്തിച്ചു, എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ മാവിൻ്റെ മാങ്ങാണ്ടി എത്തിയത്? ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നമ്മൾക്കറിയാം എന്താണ്, വിത്ത് വിതരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഒരു ഭയങ്കരമായ ഒരു അത്ഭുതമായ സംഭവം നടക്കുന്നുണ്ട് അല്ലേ. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ വിത്ത് വിതരണം എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് അതെന്തിനാണ് നടക്കുന്നതെന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാമിന് ചോദിച്ചാൽ മക്കൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും എഴുതി വെക്കണം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അത്തിമരത്തോട് കുരുവി സംസാരിക്കുന്നത് പറയുന്നുണ്ട് അല്ലേ. എന്താണ്, അത്തിമരവും കുരുവിയും പറയാണ്, അത്തിമരം കുരുവിയെ പഴിക്കുകയാണ്. എന്താണ്, നീ ഞങ്ങളെ ഭക്ഷണം കഴിക്കല്ലേ, ഞങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. സോ നീ എന്തിനാണ് എൻ്റെ പഴം തിന്നുന്നത്? ആരാ ചോദിച്ചത്? ഞാവൽ മരം ചോദിക്കുകയാണ്. അപ്പോൾ പക്ഷി പറയാണ്, നിന്റെ പഴം തിന്ന് വിശപ്പടക്കുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത് അല്ലേ. എന്താണ്, വിത്ത് പല സ്ഥലങ്ങളിലും ഞാൻ എത്തിക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ മനസ്സിലാക്കണം, നമുക്കറിയാമല്ലേ മാങ്ങക്കൊക്കെ നല്ല മണവും നല്ല രുചിയും എന്താ പറയുക നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ആ മാങ്ങ കഴിക്കുന്ന ഇപ്പോൾ മനുഷ്യന്മാരാണെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ കിളികളാണെങ്കിൽ അവർ, മറ്റ് അനിമൽസ് ആണെങ്കിൽ കുരങ്ങന്മാരാണെങ്കിൽ അവർ, ആരാണ് കഴിക്കുന്നത് അവർക്ക് വിശപ്പടങ്ങുന്നുണ്ട്. മാത്രമല്ല നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് മാവിൽ നിന്ന് മാങ്ങ പറിച്ച് മറ്റു ദൂര സ്ഥലങ്ങളിലേക്ക് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ കഴിച്ച ശേഷം ആ മാങ്ങാണ്ടി നമ്മൾ എവിടെ നിന്നാണോ കഴിച്ചത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ പുറത്തേക്ക് വലിച്ചെറിയും, അല്ലെങ്കിൽ നമ്മൾ മാവുണ്ടാകാൻ വേണ്ടി കുഴിച്ചിടും. എന്താണെങ്കിലും മണ്ണിലേക്ക് എത്തൂലേ. സോ ആ ദൂരെ എവിടെയോ ഉണ്ടായിരുന്ന ആ മാവിൽ നിന്നും ആ മാങ്ങാണ്ടി എങ്ങോട്ടേക്ക് എത്തി, ദൂരെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തി. അതാണ് മക്കളെ വിത്ത് വിതരണം എന്ന് പറഞ്ഞാൽ. സോ ഈ പക്ഷികളൊക്കെ ഈ ഞാവൽപ്പഴം കഴിക്കുന്നതോടുകൂടി എന്ത് ചെയ്യാണ്, അവർ ആ ഞാവൽപ്പഴത്തിൻ്റെ വിത്ത് പല ഭാഗങ്ങളിലേക്ക് എത്തിക്കണം അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഇപ്പോൾ സാറിൻ്റെ വീടിലുള്ള ആ ഒരു മാങ്ങ, ആ ഒരു മാവ് ആ ഒരു മൂച്ചി, ആ മാംഗോ ട്രീയിൽ ഉണ്ടാകുന്ന മൊത്തം മാങ്ങകളും താഴെ വീണ് അവിടെ കുറേ മാവുകൾ ഉണ്ടായാൽ എൻ്റെ വീടിന് 4 പുറം എന്തായിട്ടുണ്ടാവും, മൊത്തം ഫുൾ മാവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ചക്ക കിട്ടുമോ, ജാക്ക് ഫ്രൂട്ട് കിട്ടുമോ? ഇല്ല. മറ്റേതെങ്കിലും പഴങ്ങൾ കിട്ടുമോ? ഇല്ല. എൻ്റെ വീടിൻ്റെ ചുറ്റും മൊത്തം എന്തായിരിക്കും, മാവ് മാത്രമായിരിക്കും അല്ലേ. ഇനിയോ മറ്റു സ്ഥലങ്ങളിലേക്ക് മാവ് കിട്ടുമോ? ഇല്ല. മറ്റ് ഏതെങ്കിലും ദൂരത്ത് മാങ്ങ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരേണ്ടി വരില്ലേ. സോ നമുക്ക് എന്ത് വേണം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ തൊടിയിൽ എന്ത് വേണം, എല്ലാ വൃക്ഷങ്ങളും എത്തണം. അതിനു വേണ്ടിയാണ് നമ്മുടെ വിത്ത് വിതരണം ഉള്ളത് അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ തൊടിയിൽ മൊത്തം മാവുകളാണെങ്കിലോ മൊത്തം പ്ലാവുകളാണെങ്കിലോ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല അല്ലേ. നമുക്ക് ഒരു മാവോ അല്ലെങ്കിൽ 2 മാവൊക്കെ മതി നമ്മൾ ആവശ്യത്തിനല്ലേ. പിന്നെ ബാക്കി വേറെ പഴങ്ങളാണ് വേണ്ടത്, വേറെ പഴങ്ങളും പച്ചക്കറികളും ഉണ്ടാകുന്ന സസ്യങ്ങളും മരങ്ങളുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് വിത്ത് വിതരണം നടക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ വിത്ത് വിതരണം സഹായിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? കുരങ്ങന്മാർ സഹായിക്കാറുണ്ട് അല്ലേ. ഉറപ്പായിട്ടും നമ്മുടെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏത് വിത്തുകളാണെങ്കിലും ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇയാൾ കഴിക്കും, അണ്ണാൻ അല്ലേ. പിന്നെ കുരുവികളുണ്ട്, പിന്നെ മനുഷ്യന്മാർ നമ്മളുണ്ട്. നമ്മളൊക്കെ ആ പഴം ഭക്ഷിക്കുകയും ചെയ്യും, ആ വിത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്ന ആളുകൾ. നമുക്കറിയാം. ഇനി എന്താണ് വിത്ത് വിതരണം എന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കറക്റ്റ് പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിച്ചാൽ നമുക്കറിയാമായിരിക്കും, പക്ഷേ എഴുതാൻ കൂടെ അറിയണ്ടേ. സോ പഠിച്ചു വെച്ചോ. എന്താണ് മാതൃസസ്യം? ഏതാ സാറേ മാതൃസസ്യം? ഇപ്പോൾ സാറിൻ്റെ വീട്ടിലുള്ള ആ വലിയ മുത്തശ്ശി മാവ് സാറ് പറഞ്ഞില്ലേ, അതാണ് മാതൃസസ്യം. ആ മാതൃസസ്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ മാങ്ങകൾ ഉണ്ടാകുന്നുണ്ട്. ആ മാങ്ങകൾ മറ്റുള്ള ഭാഗത്ത് പോയിട്ട് മറ്റ് സസ്യങ്ങളായിട്ട് മാറും, അല്ലെങ്കിൽ മറ്റു ചെടികളായിട്ട് മാറും. സോ ആ മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം. എന്താ പറയുക, സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. മനസ്സിലായോ മക്കളെ? മനസ്സിലായില്ലേ? അപ്പോൾ വിത്ത് വിതരണം എന്തിനാണ് നമ്മൾ പറഞ്ഞു, എന്തിനാണ്? ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ മുളച്ചാൽ എന്താണ്, അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം അതൊന്നും കിട്ടൂല.
അല്ലേ? സോ സാറിൻ്റെ വീടിൻ്റെ ചുറ്റുപാടും മൊത്തത്തിൽ മാവുകളാവുമോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ? അപ്പോൾ കുറേ എണ്ണം വീണാലോ ആ വിത്തുകൾ മുളയ്ക്കാതെ പോകും. കാരണം എന്താ, അവർ മുളച്ചിട്ടും കാര്യമില്ല, അവർക്ക് വേണ്ട വെള്ളമോ ധാതു ലവണങ്ങളോ അല്ലെങ്കിൽ അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവർ വലുതായി വരില്ല. സോ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവർ ഉറപ്പായിട്ടും മറ്റു ഭാഗങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? ഇനി വിത്ത് മുളച്ചാലോ ആ ഭാഗത്ത് വെറും മാവുകൾ മാത്രമായിട്ട് മാറും, മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഒന്നും മാവെത്തൂലല്ലോ. ഓക്കെ അല്ലേ? സോ വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇതുമൂലമാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ഇപ്പോൾ വീടിൻ്റെ തൊടിയിൽ എന്തുണ്ട്, വേറെ കുറേ സസ്യങ്ങളുണ്ട്, കുറേ മരങ്ങളുണ്ട്. അതിന് കാരണം എന്താണ്, വേറെ ഏതൊക്കെയോ ഭാഗത്തു നിന്ന് വന്ന വിത്തുകളാണ് അല്ലേ? അതേപോലെ മാവ് എന്ന് പറയുന്ന ആ ഒരു മരം നമുക്ക് പല ഭാഗങ്ങളിലും കാണാൻ പറ്റും. എന്താ കാരണം, അതൊക്കെ വിത്ത് വിതരണമാണ് കാരണം. സോ ഈ 2 റീസൺസ് കൊണ്ടാണ് നമ്മൾ വിത്ത് വിതരണത്തിൻ്റെ ആവശ്യകത. ഇതാണ് വിത്ത് വിതരണം. വൈ സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസറാണ്. സോ മക്കൾ ഓർത്ത് വെക്കുക, വളരെ സിമ്പിളായ സാധനം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സോ എന്ത് ചെയ്യുക, മനസ്സിലാക്കി തന്നെ പഠിക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ വളഞ്ഞു പോക്ക് പിടിക്കും. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, എന്തായാലും ആൻസർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ഈ ക്വസ്റ്റ്യൻ മക്കൾ എന്തായാലും എഴുതി വെക്കുക. ചോദിക്കട്ടെ, എല്ലാവർക്കും ആൻസർ പറയാൻ പറ്റട്ടെ ആൻഡ് എ ഗ്രേഡ് കിട്ടട്ടെ. സോ ഓൾ ദി വെരി ബെസ്റ്റ്.